ഒരു പ്രൊഫഷൻ ഒന്നിനേക്കാൾ വലുതോ ചെറുതോ ഒന്നുമല്ല. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് പണി വരുന്ന വഴിയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ മേസൺസ്. അപ്പോൾ എന്താണ് ഈ മേസൺസ് എന്നുള്ളതിൻ്റെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഈ കട്ടിലപ്പണി, ഈ കല്ലിൻ്റെ പണി, ടൈൽസ്, അതേപോലുള്ള എല്ലാ കൺസ്ട്രക്ഷൻ വർക്ക്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഈ ഫ്ലോറിൻ്റെ പാത്വേ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാരെയാണ് മേസൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടോട്ടൽ ഗ്ലോബലി ആൻഡ് അതേപോലെ തന്നെ ഇന്ത്യയിൽ എത്ര ടോട്ടൽ മേസൺസ് ഉണ്ടെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏകദേശം 15 മില്യൺ മേസൺസ് ഉണ്ട്. ഇതൊരു അൺഒഫീഷ്യൽ എസ്റ്റിമേഷൻ ആണ്. ഇതിലും കൂടാം, ഇതിലും കുറയാം. വേൾഡ് വൈഡ് നോക്കുമ്പോൾ അറൌണ്ട് ഒരു 50 മില്യൺ ടു 60 മില്യൺ, അതായത് ഒരു 5 കോടി ടു 6 കോടി മേസൺസ് ഉണ്ട്. ഇതും അൺഒഫീഷ്യൽ എസ്റ്റിമേഷൻ ആണ്. ഇതിൽ വിച്ച് ഇൻക്ലൂഡ് ലൈക്ക് ഈ ബ്രിക്സ് ഇതാക്കുന്ന ഈ സ്റ്റോണിന്റെ മേസൺസ്, ടൈൽസിന്റെ, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റഡ് നമ്പേഴ്സ് ആണ് ഈ ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി മേസൺസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ബേസിക്കലി ഈ ആളുകളൊക്കെ ഒന്നല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ചിലപ്പോൾ തെറ്റായിരിക്കും. നമ്മളവിടെ പോയി നിന്ന് പഠിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത്. അപ്പൊ ഇതിന് മിനിമം ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു സംഭവം ITI, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ്ങിൽ സർട്ടിഫിക്കേഷൻ ഓഫ് മേസണറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 1 to 2 ഇയേഴ്സിന്റെ കോഴ്സ് ഉണ്ട്. ഇത് ഇത്രയും കാലം ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഈ കൽപ്പണിക്കാരും മറ്റവരൊക്കെ ഇങ്ങനെ രീതിയിൽ പഠിക്കുന്ന ഒരു സംഭവം ഉണ്ടോ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ അത് അറിയാത്തവർക്കായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മേസണറി കോഴ്സ് 1 to 2 ഇയേഴ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ തന്നെ ഷോർട്ട് ടേം കോഴ്സ് ഉണ്ട്. ഗവൺമെന്റ് സ്കിൽ പ്രോഗ്രാം PMKVY എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. പ്രധാനമന്ത്രി കൗശിക് വികാസ് യോജന എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. സോ ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഇതിന് ബെസ്റ്റ് ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ITIs, അതായത് ഗവൺമെന്റിന്റെയും പ്രൈവറ്റിന്റെയും ITIs ഉണ്ട്. അത് എന്താ പറയാ, അവര് മേസൺസിന് വേണ്ടിയിട്ടുള്ള മേസണറി കോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നാഷണൽ അക്കാഡമി ഓഫ് കൺസ്ട്രക്ഷൻ NAC ഹൈദരാബാദ്, അത് ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആണ്. സോ ഈ മേസണറിയിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് നാഷണൽ അക്കാഡമി ഓഫ് കൺസ്ട്രക്ഷൻ NAC ഹൈദരാബാദിൽ അതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ, വേൾഡ് വൈഡിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ട്രെയിനിങ് ബോർഡ്, അതായത് CITB, ഇതൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. ഇത് UK-യിലാണ് വരുന്നത്. അപ്പോൾ UK-യിലാണ് ഇതിന്റെ ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ നാഷണൽ സെന്റർ ഫോർ കൺസ്ട്രക്ഷൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇത് USA-യിലാണ്, NCCER. അപ്പോൾ USA-യിലും UK-യിലും ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ലെവൽ പ്രൊഫഷണൽ സർട്ടിഫൈഡ് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കോഴ്സിന്റെ ഡ്യൂറേഷനും ഡിഫിക്കൽട്ടി ലെവലും നമ്മൾ നോക്കുകയാണെങ്കിൽ, ITI മേസണറി കോഴ്സ് ഏകദേശം 1 to 2 ഇയേഴ്സ് ആണ്. തിയറി പ്ലസ് പ്രാക്ടിക്കൽ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ തന്നെ ഒരു 6 months to 2 ഇയേഴ്സ് ഇതിന്റെ നമ്മൾ അപ്രന്റീസ് എന്ന് പറയില്ല, അതായത് ഇങ്ങനത്തെ പണികൾ നമ്മൾ അവിടെ പോയി നിന്ന് വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രോപ്പർ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു 6 months to 2 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള അപ്രന്റീസ്ഷിപ്പ് ഉണ്ട്. ഡിഫിക്കൽട്ടി ലെവൽ ലോ ടു മോഡറേറ്റ് ആണ്. കൂടുതൽ ഫിസിക്കൽ ലേബേഴ്സും അതേപോലത്തെ ഇൻവെസ്റ്റ്മെന്റ്സ്, ഫിസിക്കൽ ഇന്റൻസ് ലേബർ ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ള അക്കാഡമിക് കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ മേസണറി ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഹൈ ഡിമാൻഡ്, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ, ഓഫ് കോഴ്സ് ഇന്ത്യയിൽ ഭയങ്കര ഡിമാൻഡാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് ബൂമിങ്, ഗവൺമെന്റ് ഹൗസിംഗ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും മേസണറി ഈ ഒരു പ്രൊഫഷണൽ ഇതിന് ഭയങ്കര ഇതാണ്. പിന്നെ മിഡിൽ ഈസ്റ്റ്, ഓഫ് കോഴ്സ് UAE, സൗദി അറേബ്യയിലൊക്കെ ഒരുപാട് ലാർജ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഈ ഒരു പ്രൊഫഷൻ അവിടെ വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ്. അതേപോലെ തന്നെ USA, UK, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളിലൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള മേസൺസ് ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ ഏർണിങ് ഒരു പെർ ഇയറിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം ഒരു 1.5 ലക്ഷം to 4 ലക്ഷം പെർ ഇയർ എന്നുള്ള രീതിയിലാണ് മേസൺസ് ഏൺ ചെയ്യുന്നത്. അത് സ്കിൽസും പിന്നെ അതേപോലെ ലൊക്കേഷൻസും ഒക്കെ അനുസരിച്ച് അത് കൂടാൻ കുറയാം. നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്ന മേസൺസിനെ അറിയാമെന്നെങ്കിൽ അത് കമന്റ് ചെയ്യാം. അതിലും കുറവ് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യാം, കാരണം എല്ലാവർക്കും അറിയാലോ. പിന്നെ അബ്രോഡ് ഗൾഫിലാണെങ്കിൽ USA UK ആണെങ്കിൽ 6 ലക്ഷം മുതൽ 15 ലക്ഷം per annum വരെ ഒരു മേസൺ, ഒരു സ്കിൽഡ് ആയിട്ടുള്ള മേസണിന് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രീലാൻസ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 500 to 1500 പെർ ഡേ ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെന്റ് സിറ്റീസിൽ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ അഡീഷണൽ കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു എഡ്യൂക്കേഷണൽ ബാരിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷൻ്റെ ഈ ഒരു സംഭവത്തിൽ ഈ മേസണറി ഒരു ഇതിൽ വരുന്ന ഈ സ്കില്ല് നല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരുപാട് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ കാര്യങ്ങളോ കാരണം നിങ്ങളുടെ സ്കില്ലുകൊണ്ട് നമുക്ക് ആ ഒരു സ്കില്ല് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര ഹൈ ഡിമാൻഡാണ്. അർബൻ ഏരിയയിലായിക്കോട്ടെ റൂറൽ ഏരിയയിലായിക്കോട്ടെ എല്ലായിടത്തും ഈക്വലി ഭയങ്കര ഡിമാൻഡുള്ള ഒരു പ്രൊഫഷനാണ്. പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ചെറിയൊരു ബിസിനസ് ഒരു സംഭവം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ബിസിനസ് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മേസ്തിരിക്ക് എന്ന് പറയില്ല, മേസ്തിരി മാത്രം ആവേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ളിലൊരു ബിസിനസ് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലോലി ഗ്രാജുവലി അതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ്സായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കോൺസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബാണ്. ചിലപ്പോൾ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും, ബ്രേക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വേഗത്തൊന്നും വർക്ക് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പല സ്ഥലങ്ങളും ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഒരു സീസണൽ ഒരു സ്പൈക്ക് ഓഫ് വർക്കും പിന്നെ അതേപോലെ ഡിക്ലൈൻ ഓഫ് വർക്കും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഈ ഒരു പോയിന്റിൽ എനിക്ക് വല്ലാതെ യോജിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു വാല്യൂ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഞാൻ പേഴ്സണലി പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാവരും ഒരു എക്സിസ്റ്റിംഗ് സൊസൈറ്റിയിലാണ് ഇപ്പോൾ കറന്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരില്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ അവരില്ല എന്നുള്ള രീതിയിലാണ്. സോ നമ്മൾ അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. അവർ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു ഫിസിക്കൽ ജോലിയുടെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി റെസ്പെക്ട് എവരിവൺ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്കോപ്പും പിന്നെ ഫ്യൂച്ചർ സ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഗ്രീൻ കൺസ്ട്രക്ഷൻ, എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ, ഗ്രീൻ കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരികയാണ്. സോ ആ ഒരു മേഖലയിൽ നമുക്ക് ആക്ച്വലി ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് നമ്മൾ പ്രോപ്പർലി വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ ഇത് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷനാണ്. ഗ്രീൻ കൺസ്ട്രക്ഷൻ ഭയങ്കര കൂടുതലായിട്ട് വരുന്നതാണ്. പിന്നെ മോഡുലാർ ബിൽഡിങ്സും ഒരുപാട് പുതിയ സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ ചേഞ്ചിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരുന്നാൽ നമുക്ക് അതിന്റെ സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റിയ വളരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനും കൂടിയാണ് ഇത്. പിന്നെ ഇതിന്റെ സ്കിൽ അപ്ഗ്രേഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഈ ഓട്ടോകാഡിന്റെ ബേസിക്സ് ഒക്കെ, അതായത് ഈ റെൻഡറിങ്, ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ്സ്, അതൊക്കെ ഈ സ്കില്ലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ മേസൺ ആണ്. പ്ലസ് ഈ ഒരു ഇതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒന്നും കൂടി എക്സ്ട്രാ വാല്യൂ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സർട്ടിഫൈഡ് ആ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ലൈക്ക് OSHA, ISO, ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ കമ്പനീസിൽ അല്ലെങ്കിൽ ബെറ്റർ പൊസിഷനിൽ ബെറ്റർ പേയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കും ഇതിൽ പല കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ പ്രൊഫഷനിൻ്റെ എന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ പ്രോസ് ആൻഡ് കോൺസ്, അവരെത്ര ഏൺ ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് കാണാം ഇനി വരുന്ന എപ്പിസോഡിൽ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു വർക്കും ഒരു പണിയും അല്ലെങ്കിൽ ഒരു പ്രൊഫഷനും വലുതോ ചെറുതോ ഒന്നുമല്ല, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ until next time, see ya.